വിമാന സർവീസുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സമയം വേണമെന്ന് ഇൻഡിഗോ DGCAക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒന്നിലധികം പ്രശ്നങ്ങളുടെ ഫലമാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇൻഡിഗോയുടെ മറുപടി. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇതിൽ ഇൻഡിഗോ എന്താണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇതിനോടകം തന്നെ ആവശ്യത്തിന് സമയം മാനേജ്മെന്റിന് കിട്ടിയിട്ടുണ്ട്, പ്രശ്നം പരിഹരിച്ചു തുടങ്ങിയെന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം വേണം, അല്ലെങ്കിൽ കൂടുതൽ ദിവസവും യാത്രക്കാർ ബുദ്ധിമുട്ടും എന്നാണോ കമ്പനി വിശദീകരിക്കുന്നത് DGCAയോട്? ഈ കമ്പനി നേരത്തെ തന്നെ പറയുന്നത് ഡിസംബർ 15-നോടകം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് തുടങ്ങും, അല്ലെങ്കിൽ പൂർണ്ണമായും പരിഹരിക്കാനാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുന്നോടിയായിട്ട് തന്നെ DGCAക്ക് മറുപടി നൽകണം, ഷോക്കോസ് നോട്ടീസിന് മറുപടി നൽകണമെന്നായിരുന്നു കൊടുത്തിരുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ മറുപടിയിലാണ് പല ഘടകങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ കൂട്ട റദ്ദാക്കൽ വേണ്ടി വന്നതെന്ന് ഇൻഡിഗോ വ്യക്തമാക്കുന്നു. അതിൽ ഈ പൈലറ്റുമാരുടെ വിശ്രമം, അവരുടെ ഡ്യൂട്ടി പരിഷ്കാരം, ഒപ്പം തന്നെ ചില വിമാനങ്ങൾക്കുണ്ടായ സാങ്കേതിക പ്രശ്നം, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഈ വിമാനങ്ങൾ കൂട്ടമായി റദ്ദാക്കേണ്ടി വന്നത് എന്നാണ് ഇൻഡിഗോ വിശദീകരിക്കുന്നത്. കൂടാതെ തന്നെ ഈ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ, അതായത് ഈ ആളുകൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ട് ഇതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒരു മൂല കാരണം എന്താണെന്ന് ഇതുവരെയ്ക്കും വ്യക്തമാക്കിയിട്ടില്ല. ഇതുവരെയ്ക്കും കഴിഞ്ഞ ഒരാഴ്ച 7 ദിവസമായിട്ട് ഏതാണ്ട് 2000-ലധികം വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ 2000-ലധികം സർവീസുകൾ റദ്ദാക്കുമ്പോൾ വലിയ ഓപ്പറേഷനാണ് തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എപ്പോൾ അവർ പറക്കും പൂർണ്ണതോതിലെന്ന് പറയുന്നുണ്ടോ ഈ മറുപടിയിൽ എവിടെയെങ്കിലും? അങ്ങനെ പറയുന്നില്ല. അതായത് ഇതിന്റെ ഒരു കാരണം എന്താണ് സംഭവിച്ചത് എന്നതിനുള്ള ഒരു കാരണം മാത്രമാണ് നിലവിൽ ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇന്ന് വൈകിട്ട് അവർ ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഏതാണ്ട് 1800ഓളം വിമാന സർവീസുകൾ പുനരാരംഭിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് 138 വിമാനത്താവളങ്ങളിൽ 2300 വിമാന സർവീസുകളാണ് പ്രതിദിനം ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ 1800ഓളം വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായിട്ടാണ് ഇൻഡിഗോ ഇന്ന് വൈകിട്ട് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. നിലവിൽ അവർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഈ വിമാനങ്ങൾ കൂട്ടമായി റദ്ദാക്കാനുണ്ടായ അതിന്റെ കാരണമാണ് ഇപ്പോൾ മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത്. അതിന്റെ മൂല കാരണം യഥാർത്ഥത്തിൽ എന്താണ് ഒരു റൂട്ട് കോസ് എന്നുള്ളതിന്റെ മറുപടി നൽകാൻ കുറച്ച് സാവകാശം കൂടി അവർ തേടിയിട്ടുണ്ട്. പ്രതിസന്ധി എന്താണ് എന്നവർ വിശദീകരിക്കുന്നില്ല, എപ്പോഴത് പരിഹരിക്കുമെന്ന് വിശദീകരിക്കുന്നില്ല, എത്ര നാൾ കൂടി യാത്രക്കാർ ബുദ്ധിമുട്ടും എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു അഴകുഴങ്കം സമീപനമാണോ DGCAയുടേത് എന്ന് സംശയിക്കുന്നു. DGCAക്ക് നൽകിയ ഈ മറുപടിയിലെന്ന് സംശയിക്കുന്നുണ്ട്. ചോദ്യങ്ങളോടൊന്നും ഇൻഡിഗോ മാനേജ്മെന്റ് ആ നിലയിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.